ചേട്ടൻ ചൂടാവാതെ. ഞാനൊരു ഐഡിയ പറയാം. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം. കൊലക്കേസിനായി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം, അല്ലേ? ഇല്ലാത്ത ഒരാളിന്റെ പേരിലൊരു കഥയുണ്ടാക്കി കാത്തണം ചേട്ടാ. എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസ് മറ്റേ ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടുകയാണെന്ന് പറയണം. പ്രശ്നം വല്ലതും ഉണ്ടായാൽ 2 എണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും, പറഞ്ഞേക്കാം. എന്തോന്ന് ചേട്ടാ, ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച. എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടിച്ചമച്ചാട്ടെ. നീ ചമയ്ക്കണ, ഞാൻ ചമയ്ക്കണ. നീ ഒന്ന് തുടക്കം വിടും, ബാക്കി ഞാൻ ചമച്ചോളാം. എഴുതണം. 23/6/1985 പ്രത്യേക ലേഖൻ. പട്ടിണിപ്പാറ. ഇവിടെ ഈ പട്ടിണിപ്പാറ ഈ ചമയ്ക്കുന്നിന്റെ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത്? എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻപിള്ള ബുധനാഴ്ച രാത്രി 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി. അവശ്യ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ, ആവേശം കൊള്ളിക്കാൻ അത് മതി. ബുധനാഴ്ച രാത്രി ഒരു 12 മണിയോടടുത്താണ് സംഭവം. ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാലസ്തകളായ 4 ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻപിള്ള ഹരിജൻ യുവതികളെ കടന്നുപിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണുകിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് തീയാൻ കാര്യം സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ 4 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മം പോലെ നടത്തണം. ശരി, 8 ഓളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തോ പോയില്ലയോ?